അദ്ദേഹം പറഞ്ഞ ഒരു സന്ദേശം ഇതാണ്: ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവതിയുവാക്കൾ ഇത്തരത്തിലുള്ള രാസലഹരികളുടെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അടിമപ്പെടലുകൾ കൊണ്ട് കുടുംബങ്ങളിലെ, സമൂഹത്തിലെ, വിദ്യാലയങ്ങളിലെ, സ്ഥാപനങ്ങളിലൊക്കെ അശാന്തി പരന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാരണം പരിശോധിക്കുകയാണെങ്കിൽ യുവതിയുവാക്കളുടെ ഈ തെറ്റിനെല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ അതിന് കുറച്ച് ശതമാനമെങ്കിലും നമ്മൾ സമൂഹത്തിലുള്ള ജനങ്ങളും കാരണക്കാരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരോടും യുവതിയുവാക്കളുടെ ഈ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം നിങ്ങൾ അപേക്ഷിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു കൗമാര പ്രായക്കാരൻ അല്ലെങ്കിൽ പ്രായക്കാരി സമൂഹത്തിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു കൈ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ അവസരത്തിൽ അങ്ങനെയുള്ള യുവതി യുവാക്കൾ തയ്യാറാകുമ്പോൾ, കൗമാര പ്രായക്കാർ തയ്യാറാകുമ്പോൾ അവരെ വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്കും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാവരും സിനിമ നടന്മാരിലും നടിമാരിലും, സീരിയൽ നടന്മാരിലും നടിമാരിലും, സ്പോർട്സിലുള്ളവരിലുമൊക്കെയാണ് പ്രഭാവിതരായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ജീവിതചര്യകൾ, അല്ലെങ്കിൽ അവരുടെ ആ പറയുന്ന നന്മകളെ കാണുവാനായി കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരിക്കൽ എവിടെയോ ഒരു എക്സൈസ് ഓഫീസിൽ ഇതിന്റെ സ്വീകരണം ലഭിക്കുന്ന സമയത്ത് എക്സൈസിന്റെ ഓഫീസർ പറഞ്ഞ ഇതാണ്: ഒരു കേസ് ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ആ കുട്ടി തന്റെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും പറഞ്ഞ പരാതി ഇതാണ്: 14 വർഷമായി എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നോട് സംസാരിച്ചു. എനിക്ക് സോഷ്യൽ മീഡിയയും എൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ. അവരെന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു: നീ അത് ചെയ്യ്, നിനക്ക് കൂടുതൽ ഉത്സാഹമുണ്ടാകും, ഉന്മേഷമുണ്ടാകും, നിനക്ക് ധൈര്യം വരും, നിനക്ക് ഭയമില്ലാതാകും, നിന്റെ സുഹൃത്തുക്കളോട് കൂടുതൽ സമയം നിനക്ക് സംസാരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലൂടെ ഇങ്ങനെയുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നു. ഏറ്റവും വലിയ യുവതി യുവാക്കളുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ സുഹൃത്തുക്കളാണ്. നല്ല കൂട്ടുകാരുമുണ്ട്, അഴുക്ക കൂട്ടുകാരുമുണ്ട്. എപ്പോഴെങ്കിലും തളർന്നു പോകുമ്പോൾ, അവർ ക്ഷീണിക്കുമ്പോൾ അവരെയൊക്കെ താങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മോശമായ സുഹൃത്തുക്കളുമുണ്ട്. അവരുടെ ചെറിയ ചെറിയ സംസാരങ്ങൾ, ചെറിയ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ കളിയാക്കലുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ബന്ധുക്കളുമൊക്കെ ഉണർന്നേ മതിയാവും. അപ്പോൾ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വളരെയധികം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കണ്ണുകൾ തുറന്ന് സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു കാലഘട്ടം ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മകുമാരീസ് എന്തുകൊണ്ട് ഈ ഒരു പ്രചരണവുമായി മുന്നിലെത്തി? ഇന്ന് ബ്രഹ്മകുമാരീസിന് ലോകത്തിലാകമാനമായി 147 രാജ്യങ്ങളിലെ പ്രവർത്തനമുണ്ട്. ബ്രഹ്മകുമാരീസിൽ 25 ലക്ഷത്തിലധികം പ്രവർത്തകരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 99.5% വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇതിലെ അംഗങ്ങൾ ആരും തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. എന്നാൽ ലഹരി ഇതുവരെയും തൊടാത്തവരായിരുന്നുവോ? അല്ല, അവരൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുമായി. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ എന്ന് പറയുന്ന മെഡിറ്റേഷൻ അവരെ വളരെയധികം സഹായിച്ചു. ബ്രഹ്മകുമാരീസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ബ്രഹ്മകുമാരീസിന്റെ ഒരു ശാഖയുണ്ട്, മെഡിക്കൽ വിഭാഗം. നിങ്ങളുടെ സമൂഹത്തിലുള്ള പല പല മേഖലകളിലുള്ളവർ ബ്രഹ്മകുമാരീസിലെ ഈ രാജയോഗ വിദ്യ പരിശീലിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ട്, IAS IPS ഓഫീസർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഹ്മകുമാരീസ് 22 മേഖലകളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്, ബ്രാഞ്ചുകളായി, ശാഖകളായി തിരിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് ഇന്ന് ഈ പ്രചരണവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മെഡിക്കൽ വിഭാഗമാണത്. മെഡിക്കൽ വിഭാഗത്തിന്റെ പരിശോധന വെച്ച് രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളിലുള്ള അവരുടെ തലച്ചോറിലുണ്ടാവുന്ന രാസമാറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നതാണ്, തലച്ചോറില് അങ്ങനെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനായി സാധിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഹോർമോണുകൾ, അത് താൽക്കാലികമായിട്ടാണ് ആ ഹോർമോണുകൾ ഉണ്ടാകുന്നതും. അതിനോടൊപ്പം തന്നെ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ വളരെയധികം ദോഷങ്ങൾ കാണുകയും ചെയ്യും. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സ് ശാന്തമാവുകയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ആ അവയവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് ആരോഗ്യം വർദ്ധിക്കുന്നതുമായി കാണാൻ സാധിക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിലെ
മെഡിക്കൽ വിങ്ങിന്റെ ഡോക്ടർമാരും അതുപോലുള്ള സ്റ്റാഫുകളും ചേർന്ന് സർക്കാരിനെ, ഇന്ത്യ ഗവൺമെന്റിനെ അവർ സമീപിച്ചു. ഇതിന്റെ തെളിവുകൾ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ലഹരിയിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയിട്ട് രാജയോഗ മെഡിറ്റേഷൻ സഹായിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മകുമാരീസ് ഇന്ത്യ ഗവൺമെന്റുമായി ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ മുഴുവനും നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ലഹരിക്ക് വിമുക്തമാകുന്നതിന് വേണ്ടി, ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രചരണം നടത്താം എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണ് ബ്രഹ്മകുമാരീസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഇതുപോലെ തന്നെ 25ഓളം വാഹനങ്ങൾ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ഇതിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രചരണം ലാഭകരമാണോ? ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യോദ്ധ എന്ന് പറയുന്ന പോലീസിന്റെ യോദ്ധ എന്ന് പറയുന്ന ആ വിഭാഗം അതിന്റെ തെളിവുകൾ നൽകിയിട്ടുണ്ട്. ജനുവരി മാസത്തിലും മാർച്ച് മാസത്തിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ കുട്ടികളെ പറ്റി, യുവാക്കളെ പറ്റി പറഞ്ഞിരുന്നത് അവർ കുഴപ്പമൊന്നുമില്ല, അവർ ഇപ്പോൾ ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏപ്രിൽ മാസം, മാർച്ച് മാസത്തെ പരിശോധന വെച്ച് നോക്കുമ്പോൾ അത് അവർ നാർക്കോട്ടിക് ബ്യൂറോയിലും അതേപോലെ തന്നെ പോലീസിലുമായി കൊടുത്തിരിക്കുന്ന വിവരം വളരെയധികം അതിശയകരമാണ്. ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കളാണ് പണ്ടുകാലത്ത് ഒളിച്ചു വെച്ചിരുന്നതെങ്കിൽ ഈ ബോധവൽക്കരണ പരിപാടിയിലൂടെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇത് ആപത്താണ്, സ്വന്തം വീട്ടിൽ മാത്രമല്ല സമൂഹത്തിലും അത് ആപത്താണ്. അങ്ങനെയുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടികളെ ലഹരിക്ക് എതിരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരുമായും എക്സൈസുമായും പോലീസുമായും പ്രവർത്തിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഒരു തെളിവാണ്. ബ്രഹ്മകുമാരീസ് കേവലം ഒരു ബോധവൽക്കരണം കൊണ്ട് ഇവിടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. ബ്രഹ്മകുമാരീസിന്റെ ആദ്യപടിയാണ് ഈ വാഹന പ്രചരണം എന്ന് പറയുന്നത്. എന്നാൽ ബ്രഹ്മകുമാരീസ് 1936 മുതൽ രാജയോഗ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പഠിപ്പിക്കുകയും സമൂഹത്തിൽ ധാരാളം മനഃശക്തിയുള്ള ഒരു വിഭാഗം ജനങ്ങളെ തയ്യാറാക്കുവാനായി ബ്രഹ്മകുമാരീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവികതയാണ്. അങ്ങനെ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ലഹരിക്കെതിരായും പ്രവർത്തിക്കുവാനായി ബ്രഹ്മകുമാരീസിന് ശക്തിയുണ്ട്. ബ്രഹ്മകുമാരീസിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകരും ഒരു രൂപ പോലും ഇതിനുവേണ്ടി ശമ്പളമായി മേടിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എവിടെയാണോ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത് ആ സേവനം തീർച്ചയായിട്ടും സമൂഹത്തിന് പ്രബലമായിട്ടുള്ളതാണ്, ഫലവത്താകുന്നതാണ് എന്നത് കാര്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ മെഡിറ്റേഷൻ നിങ്ങൾ പഠിക്കാനായിട്ട് സെൻട്രൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. കേവലം നിങ്ങളുടെ വിലപിടിപ്പുള്ള 1 മണിക്കൂർ അവിടെ രാജയോഗ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ദിവസവും ചെലവാക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂർ വന്ന് പഠിക്കുന്ന കാര്യങ്ങളെ ബാക്കിയുള്ള 24 മണിക്കൂർ നിങ്ങൾക്ക് പരിശീലിക്കാനുള്ളതാണ്. മനസ്സിന്റെ ചലനങ്ങളെക്കുറിച്ചും മനസ്സുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന നന്മകളെക്കുറിച്ചുമുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് തന്നെ നോക്കി കണ്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു പഠനമാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ എന്ന് പറയുന്ന വിദ്യ. ഇതിൽ എല്ലാ മതക്കാർക്കും പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതും ചിലരുടെ സംശയങ്ങളാണ്. എല്ലാ മതത്തിലുള്ളവരും ബ്രഹ്മകുമാരീസിൽ പഠിക്കുന്നുണ്ട്. ഇന്ത്യയുടെ 147 രാജ്യങ്ങളിൽ പല മതങ്ങളിലുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെല്ലാം ബ്രഹ്മകുമാരീസ് ആ രാജ്യത്തിന്റെ തന്നെ സമ്മതത്തോടുകൂടി അവിടെ ബ്രഹ്മകുമാരീസ് രാജയോഗ വിദ്യ പഠിപ്പിക്കുന്നതാണ്. അവിടെയുള്ള ഗവൺമെന്റ് സഹകരണത്തോടു കൂടിയാണ് ഈ വിദ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് ജാതിയിലുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് മതത്തിലുള്ളവർക്കും സ്ത്രീക്കോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഈ മെഡിറ്റേഷൻ പഠിക്കാനായി സാധിക്കും. മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾ ഈ പ്രചരണത്തിന്റെ കൂടെ ഒരു റോബോട്ടിക് ഷോ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ റോബോട്ടിക് ഷോയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുംഭകർണനെയാണ് നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നത്. ഈ കുംഭകർണന്മാർ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുക, അലസനായ ജീവിതം ജീവിക്കുന്നവർ. നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ കുംഭകർണന്മാരാണ്. പണ്ട് എപ്പോഴോ മുനിവര്യന്മാർ എഴുതി വെച്ച ആ കുംഭകർണൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് ഉറങ്ങിക്കിടക്കുക. അലസതയെ നിങ്ങൾക്ക് ഉണർത്തേണ്ട സമയമായിരിക്കുകയാണ്. കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുന്നുകൾ, നമ്മുടെ പിഞ്ചുമക്കൾ ഈ സമൂഹത്തില് എന്നേക്കുമായി ഇല്ലാതാകുമെന്നും നാളെ ഒരു സമ്പന്നമായ സമ്പത്ത് നിറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ തയ്യാറാകേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗ്യം സമൂഹം ഇല്ലാതായി പോകുമെന്നും നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. അന്ന് ഗവർണർ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ നമ്മുടെ ഓരോ ജനത്തിന്റെയും ഓരോ പൗരന്റെയും ലക്ഷ്യമായിരിക്കണം ഇനി ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ള ഒരു കുഞ്ഞുങ്ങളെയും നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാക്കുകയില്ല
അതിനു വേണ്ടിയിട്ട് എന്റെ രീതിയിൽ എന്റേതായിട്ടുള്ള സഹകരണം ഞാൻ നൽകും. നിങ്ങൾ ഏവരെയും ബ്രഹ്മകുമാരീസിന്റെ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ക്ഷണിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന വാർത്ത, ലഹരിക്കെതിരായി പ്രവർത്തിക്കുന്ന, മനസ്സിനെ ശക്തമാക്കുന്ന, ഈ പറയുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന വിദ്യാലയത്തിന് 10 പേർക്ക് ആ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയാം, ബ്രഹ്മകുമാരീസ് എന്ന വിദ്യാലയം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും വരിക, ബ്രഹ്മകുമാരീസിൽ നിങ്ങൾ 10 പേരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഈ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാനായി സാധിക്കും. ഉടൻ തന്നെ റോബോട്ടിക് ഷോ ആരംഭിക്കുകയാണ്. കുംഭകർണൻ നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കൾ ഉറങ്ങിക്കിടക്കാണ്, ആലസ്യത്തിലും മനസ്സിലും ഉറങ്ങിക്കിടക്കാണ്. അവരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മകുമാരിയുടെ ഒരു ശ്രമം നടക്കുകയാണ്. ഉടൻ റോബോട്ടിക് ഷോ ആരംഭിക്കുന്നതാണ്.